ഇതാണ് ഒറിജിനൽ പനങ്ങൾ എന്ന് പറഞ്ഞാൽ പനയിൽ നിന്ന് വെട്ടിയിട്ട് ഇറക്കി ഉടനെ കുടിക്കുന്ന സാധനം. ഇത് ഈ ജാഫ്നയിൽ ഇതിന്റെ മെയിൻ, ശ്രീലങ്കയിലെ മെയിൻ സാധനം. ഇത് ലഹരി തീരെ ഇല്ലാത്തതാണ്, ശരീരത്തിന് നല്ല സാധനമാണ്. പണ്ട് ലക്ഷദ്വീപിൽ പോയപ്പോ ഞാനിന്ന് കുടിച്ചിരുന്നു, അതേപോലത്തെ സാധനമാണിത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇത് ശ്രീലങ്കയിലെ കാൻഡി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കൊളംബോയിൽ നിന്ന് കാൻഡിയിൽ വന്ന് ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6:30 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഇത് ഇവിടുത്തെ ക്ലോക്ക് റൂമിലാണ് ഞാൻ എൻ്റെ ലഗേജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലഗേജ് എടുത്തിട്ട് ഞാൻ പോവുകയാണ്. ജാഫ്നയിലൊക്കെ പോകുന്നത്. 7:30 മണിക്കാണ് നമ്മുടെ ബസ് പുറപ്പെടുന്നത്. ജാഫ്നയ്ക്ക് 316 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂർ യാത്ര ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വഴിയിൽ ഒരു 10 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ പുലർച്ചെ 1:45 ജാഫ്ന എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡാണിത്. അങ്ങനെ രാവിലെ ഉറങ്ങി എണീച്ചതാണ്. രാവിലെ തന്നെ ഒന്ന് ഇനി പുറത്ത് കറങ്ങുകയാണ്. ജാഫ്ന ഒന്ന് കംപ്ലീറ്റ് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണുകയാണ്. ഇവിടുത്തെ കസ്തൂരിയ റോഡാണ് ജാഫ്നയിലത്തെ. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്നയിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളും മറ്റും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മുടെ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇഡ്ഡലി വടക്ക്. ജാഫ്നയില് പൊതുവെ ശ്രീലങ്കയിൽ തന്നെ അങ്ങനെയാണ്. രണ്ട് തരം വട ഉണ്ട്. കണ്ടാൽ രണ്ട് ഒരുപോലെ തോന്നും. ഒന്ന് മസാല വട, അത് നമ്മൾ മൈദപ്പൊടിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നൊന്ന് ഉഴുന്നുവട. മസാല വട ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കഴിച്ച പേപ്പർ ഉണ്ട്, ബട്ടർ പേപ്പർ, അത് നമ്മൾ തന്നെ മടക്കിയെടുത്തിട്ട് വേസ്റ്റ് കൊണ്ടിടും. പ്ലേറ്റ് മാത്രം. അങ്ങനെയാണ് സിസ്റ്റം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പ്ലേറ്റ് കഴുകലില്ല. ഈ പ്ലേറ്റിൽ വീണ്ടും പേപ്പർ വെച്ചിട്ട് വേറെ ആക്കി കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ സിസ്റ്റം. നമുക്കത് അറിയില്ലല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ മെയിൻ അങ്ങാടിക്കൊന്ന് നടന്നു പോവാണ്. ഓട്ടോ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓട്ടോ കിട്ടിയിട്ട് വേണം ഇതിൽ കംപ്ലീറ്റ് ഒന്ന് കറങ്ങാൻ, ജാഫ്ന മൊത്തം കറങ്ങാൻ. ഇതിവിടെ കെമിസ്ട്രി ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആവുന്നുണ്ട്. വീടിൻ്റെ മുന്നിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇളനീര് കച്ചവടം ഉണ്ട്. ഞാനിപ്പോൾ ടൗൺ ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ജാഫ്ന ഇന്നൊരു സൺഡേ ആണ്, അതാണൊരു തിരക്കരുത്. കടയൊക്കെ പൂട്ടിക്കിടക്കുന്നതാണ് ഇവിടെ.
കംപ്ലീറ്റ് സൺഡേ ഹോളിഡേ ആണ്. ഇതൊരു ചെറിയൊരു അമ്പലമാണ് ഇവിടെ കാണുന്നത്. അമ്പലങ്ങൾക്ക് യാതൊരു ക്ഷാമമില്ല, ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ശ്രീലങ്കയിൽ പൊതുവെ. ഇത് മദ്യം വിൽക്കുന്ന ഷോപ്പാണ്, അത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതൊരു ജംഗ്ഷനിലൊരു പെട്രോൾ പമ്പ്, ഓപ്പോസിറ്റ് 2 പെട്രോൾ പമ്പ്. ഇവിടെ ഒരു പമ്പ്, അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വേറൊരു പമ്പ്. അങ്ങനെ 2 പമ്പാണ് ഓപ്പോസിറ്റായിട്ടുള്ള. രണ്ടുപേരും മലയാളിൻ്റെ തന്നെ തോന്നുന്നുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ജാഫ്നയ്ക്ക് ട്രെയിൻ സർവീസ് കുറവാണ്. പക്ഷേ നമുക്ക് പറ്റിയ സമയമില്ല. ഇന്ന് ബസ്സിന് വരിക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്രാക്ഷീണം, ഭയങ്കര യാത്രാക്ഷീണമാണ്. ഇതൊക്കെ പെട്രോൾ പമ്പിൻ്റെ അകത്തെത്തിക്കും ഞാനിപ്പോൾ ഇവിടെ. ഒക്കെ മാർക്കറ്റുകളൊക്കെ കംപ്ലീറ്റ് പൂട്ടിക്കിടക്കുകയാണ് സൺഡേ ആയതുകൊണ്ട്. സൺഡേ ഹോളിഡേ ആണ് ജാഫ്നയിൽ. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരനെ കൂട്ടിയിട്ട് മൊത്തം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഈ ജാഫ്ന മൊത്തം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോക്കാരന് നമ്മൾ 6000 രൂപയാണ് കരാറ് കംപ്ലീറ്റ് കറക്കി കാണിക്കാനുള്ളത്. ജാഫ്നയ്ക്ക് ബസ്സിന്, ക്യാൻറ്റീനിൽ നിന്ന് ബസ്സിന് ഒരാൾക്ക് 1050 രൂപയാണ് ബസ് ചാർജ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഭാഗമാണിത്, ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് വൈകുന്നേരം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ട്രെയിൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരു ലോങ് വ്യൂ ആണിത്. റെയിൽവേ സ്റ്റേഷൻ നമുക്കൊന്ന് കറങ്ങി കാണാം. റെയിൽവേ സ്റ്റേഷനിൽ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നല്ല ചാർട്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. വളരെ കുറഞ്ഞ സർവീസുള്ളൂ ഈ ജാഫ്ന എന്നുള്ളത്. ട്രെയിനൊന്നും ഇല്ല, കംപ്ലീറ്റ് കാലിയായി കിടക്കുകയാണ്. ഇനി ശ്രീലങ്കയിൽ പൊതുവെ രാത്രി ഉറങ്ങുന്ന ട്രെയിൻ കുറവൊക്കെ സിറ്റിംഗ് ട്രെയിനാണ് കൂടുതലുള്ളത് ഇവിടെ. അപ്പോൾ ഇതാണ് ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ. ശ്രീലങ്കയിൽ ഇപ്പോഴും നമ്മളെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ മോഡൽ തന്നെ ടിക്കറ്റ് സർവീസും ടിക്കറ്റിങ്ങും ഒക്കെ ഉള്ളത് പഞ്ചിയിലൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഓട്ടോ. മണി പുള്ളിക്കാരൻ്റെ പേരാണ് മണി. തമിഴൊക്കെ അറിയും പുള്ളിക്കാരന്. എവിടെ ചെന്നാലും നമ്മൾ ഡ്രൈവർമാരെ ഒരു വീഡിയോ എടുത്തു വെക്കും. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ സൈക്കിൾ ഓട്ടുന്നുണ്ട്, ഡബിൾ അടക്കം ഇട്ട് പോകും പെണ്ണുങ്ങളിവിടെ. ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇപ്പം സമയം 8:45. കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മ്യൂസിയം. കംപ്ലീറ്റ് വൈറ്റ് കളറിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കട്ടെ. പബ്ലിക് ലൈബ്രറി വിത്ത് മ്യൂസിയമാണിത്. കംപ്ലീറ്റ് വൈറ്റാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കയറുകയാണ്. അപ്പോൾ അത് തുറക്കാൻ 10 മണിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറുടെ വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിലെ ജാഫ്നയിൽ പ്രസിദ്ധമായ ഒരു കോട്ടയുണ്ട്. അതിൻ്റെ പേരാണ് ജാഫ്ന കോട്ട എന്നറിയും.
അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് കംപ്ലീറ്റ് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുൻഭാഗത്ത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പ്രവേശന ഫീസ് ഉണ്ട്. പ്രവേശന ഫീസ് ഇല്ലാത്ത ഒരു സ്ഥലമില്ല. ഇതാണ് ക്യാഷ് കൗണ്ടർ. 750 ശ്രീലങ്ക മണിയാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഇതിലേക്കാണ് കിടക്കുക. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കടന്നിക്കുന്നു. നമുക്കിതിൻ്റെ ചരിത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ തുടർന്ന് 1618 ഇത് ജാഫ്നയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. ഈ കോട്ട ജാഫ്ന കോട്ട എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് തീരുണ്ട്, വെള്ളമൊക്കെ നിൽക്കുന്ന. ഇവിടെയുണ്ട് കോട്ടൻ്റെ അടുത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ. ഇതൊരു തീരദേശ ഗ്രാമമാണ്. ഗുരുനഗരം എന്നാണ് ഇവിടേക്ക് പറയുക, ഈ ഒരു കോട്ട നിൽക്കുന്ന സ്ഥലത്തേക്ക്. പിന്നീട് 1658 പിന്നെ റിച്ച് ക്ലോഫ് വാൻ ഗൂൺസിൻ്റെ നേതൃത്വത്തിൽ ഡച്ചുകാർ ഇത് പിടിച്ചെടുത്ത്. അങ്ങനെ പിന്നെ കോട്ട വിപുലീകരിച്ച് ഇവിടെയൊക്കെ ഒന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി സൂപ്പർ ലുക്കാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ പാസേജിൻ്റെ അടിയിലൂടെ അങ്ങനെ അങ്ങോട്ട് വെള്ളത്തിലേ ഇങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി, നല്ല സൂപ്പറായിരിക്കുന്നു. ഇവിടെ സന്ദർശകർ കാണാനില്ല, പക്ഷേ ഒരു സ്കൂൾ കുട്ടികളൊരു ബാച്ച് കണ്ടു. അവരെല്ലാവരും കൂടി വളർന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ, ടീച്ചർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാവരും. ജാഫ്ന സ്കൂൾ കുട്ടികൾ. അങ്ങനെ ഞാനും ഇവരപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പങ്കെടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഒരുപാട് കാലം ഇതുണ്ടായിട്ട്. ഇതിലേ ഇങ്ങനെ കടന്നു വന്ന് ഇതൊക്കെ ഒരു ഹോള് മോഡലാണ്. ഹോളിൽ നിന്ന് ഒരു ഇത് കഴിഞ്ഞ് വന്ന് പിന്നെ അതൊരു ഒഴിഞ്ഞ മുറ്റോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുറേ പൊട്ടിപ്പൊളിഞ്ഞു തന്നെ ഉള്ളൂ, കാര്യമായിട്ടൊന്നും കാണാനില്ല ഇവിടെ. പിന്നീട് ഈ കോട്ട 1795 ഇത് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത്. അങ്ങനെ 1948 വരെ ഇതൊരു ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രാജ്യത്തെ ഒരേ ഒരു വലിയ സൈനിക കോട്ട എന്ന നിലയിൽ ഇതിൻ്റെ അകത്ത് സർക്കാർ സൈനിക കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. സിലോൺ ആർമിയുടെ ഒരു വിഭാഗം ഇതിനെ കാവലേർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി പോകണം. അവിടുന്ന് പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറച്ച് സന്ദർശകരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ എത്തിക്കുന്നു. ഈ കോട്ടൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ കാണാം നമുക്ക്. ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കുന്നുണ്ട്, പുല്ലുണ്ട്. ഈ കോട്ടകളുടെ പുറംഭാഗത്ത് കൂടുതലും വെള്ളത്തിൻ്റെ പരിസരത്താണ് ഇത് ഉണ്ടാവാറുള്ളത്. കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കെട്ടുകളൊക്കെ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞു പോയിക്കുന്നത്. ഇതിൽ പാകമുള്ളതിൻ്റെ പുറംഭാഗത്തുള്ള ആ ഒരു കെട്ട് മാത്രമാണ് ഇപ്പോൾ ആകെ ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ഉള്ളു കംപ്ലീറ്റ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് എല്ലാ ഭാഗവും.
ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൊളിഞ്ഞിട്ട് വീഴാതിരിക്കാൻ വേണ്ടി കമ്പിയൊക്കെ വെച്ച് താങ്ങി നിർത്തിയിരിക്കണത്. പിന്നെ കുറേ കൊല്ലമായില്ലേ, എത്ര വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ കുറേയൊക്കെ പൊളിഞ്ഞ് ആടും. ഇത് നമ്മുടെ ജാഫ്നയിലെ പയ്യന്മാരാണ്. ഐ ആം ഫ്രം ഇന്ത്യ. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതോടെ ഇത് പലതവണ ഉപരോധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ 1985 മുതൽ 1995 വരെ ഇത് LTTEന്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് സൈന്യം ആക്രമണം നടത്താൻ സ്ഥലം ഉപയോഗിച്ചതിനാൽ നിയന്ത്രണം നേടുന്ന തടയാൻ LTTE ഈ കോട്ടയുടെ നിരവധി പ്രധാന ഭാഗങ്ങളൊക്കെ നശിപ്പിച്ച്. എന്നാൽ 1995 ഓപ്പറേഷൻ റിവിസേരയുടെ ഈ സമയത്ത് 50 ദിവസത്തെ ഉപരോധത്തിന് ശേഷം ശ്രീലങ്കൻ സൈന്യം ഇത് തിരിച്ചു പിടിച്ച്. അന്ന് യുദ്ധത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിനായിട്ട് നാട്ടുകാർ നശിപ്പിച്ച്. ഇന്നിത് ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കാവലിൽ തുടരുന്നുണ്ട്. സന്ദർശകർക്ക് പരിമിതമായ പ്രവേശനമുള്ളൂ ഇതിൻ്റെ അകത്തേക്കുള്ളത്. ഇത് ഡച്ച് ഫണ്ടിങ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പുതുക്കി പണിയുന്നുണ്ട്. ആ ഭാഗം കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ്. മുമ്പ് ഈ കോട്ടക്കുള്ളിലുള്ള കെട്ടിടങ്ങൾ ഇവിടുത്തെ ഗവർണറുടെ വസതി ഉണ്ടായിരുന്നു. പിന്നെ ക്വീൻ ഹൗസ്, പിന്നെ ക്രൂയിസ് പള്ളി, ഗാരിസൺ പരേഡ് ഗ്രൗണ്ട്, പിന്നെ പോലീസ് ക്വാർട്ടേഴ്സ്, പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ നിരവധി കെട്ടിടങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവുകയാണ്. ഇവിടെ എന്തോ ഒരു ഗുഹ പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ ഒരു കിണറുണ്ട്, അത് നമുക്ക് കാണാം. അതിൽ വെള്ളം കോരുന്ന സിസ്റ്റമൊക്കെ. ശ്രീലങ്കക്കാർ കുറേ കുടുംബങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് കിണർ. ഈ മരത്തിന്റെ ആ ഒരു സാധനം ഇങ്ങനെ താഴ്ത്തിണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തും. ഈ ഒരു വെയിറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക് വെള്ളം ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പം നമുക്ക് ഇതും കൂടെ ഇങ്ങനെ പത്തലിൻ്റെ വെള്ളം അറിയുമ്പോൾ ഈ ഭാഗം പൊന്തും. അപ്പം അവിടെ വെള്ളം ഇട്ടെടുക്കാം. നമ്മളിങ്ങനെ പിടിച്ച് കോരേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ ഉണ്ടല്ലോ പാടത്ത് സംഭവമല്ലേ, അതിൻ്റെ ഒരു വേറൊരു സിസ്റ്റം. അത് ഇരുമ്പിൻ്റെ വലിയൊരു അയൺ കാസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് അവിടെ കെട്ടിയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ പീസ്. എനിക്ക് തോന്നുന്നു പഴയ പോർച്ചുഗീസുകാരുടെ കാലത്ത് തന്നെ ഉള്ളത് തന്നെയാണ് ആ പീസ് വന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ കോട്ട കണ്ട് മടങ്ങി പോവുകയാണ്. ജാഫ്നയിലെ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും വെള്ളമാണ്, റൈറ്റ് സൈഡിലും വെള്ളമാണ്. കടലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അത്. ഈ കാണുന്നത് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് അങ്ങനെ നീളത്തിൽ പോവുകയാണ്. ഒരുപാട് നീളമുണ്ട്. ഇതിവിടെ പിന്നെ മണ്ണ് കെട്ടി നികത്തിയിട്ട് റോഡുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ജാഫ്നയിലെ വണ്ണൈ ബീച്ച് എന്നാണ് ബീച്ച്. ശ്രീലങ്കയിലെ ഒരു പ്രധാന നഗരമാണല്ലോ ഈ ജാഫ്ന. ഈ ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യണ്ട്, അതിൻ്റെ തലസ്ഥാന നഗരമാണ് ഈ ജാഫ്ന.
ജാഫ്ന ജില്ലയുടെ ആസ്ഥാനമാണ് ജാഫ്ന. തമിഴിൽ ഈ ജാഫ്നെ യായ്പാണെന്ന പറയുക. അതേപോലെ സിംഹളയിൽ യാപ്പ പട്ടുന പറയുക. ഈ ജാഫ്ന ആകെ 20.2 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ ഉള്ളത്. ഇത് ബീച്ചിന്റെ പരിസരത്തുള്ളൊരു പാർക്കാണ്. കുറച്ച് ആളുകളൊക്കെ വന്ന് നിൽക്കുന്ന കാണുന്നുണ്ട് ഇവിടെ. ഇനി നമ്മുടെ ജാഫ്നയിലെ കുറച്ച് നഗരപ്രദേശങ്ങളുടെ പേര് ഞാൻ പറയാം, നല്ല രസമാണ്. അരിയാലൈ, ചുൻ നാഗാം, നെല്ലൂര്, ചുണ്ടിക്കുഴി, നാവർകുഴി, കോപ്പായി, കൊക്കുവിൽ, കൊണ്ടാവിൽ, മണ്ടൈ തീവു, ഉരുമ്പിരായ്, കൈതടി, ഇതൊക്കെയാണ് ഇവിടുത്തെ നഗരങ്ങൾ ജാഫ്നയിലുള്ള. മുമ്പ് ഇവിടെ ജാഫ്ന ആശുപത്രി കൂട്ടക്കൊല എന്ന് പറഞ്ഞൊരിതായിരുന്നു. അതായത് 1987 ഒക്ടോബർ 21-നും 22-നും ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയാണ് ജാഫ്നയിലെ ടീച്ചിങ് ഹോസ്പിറ്റലിലേക്ക് ഇരച്ചു കയറിയിട്ട് 70ഓളം രോഗികളെയും ജീവനക്കാരെയും കൊന്നൊടുക്കിയത്. ഇതിനെ ജാഫ്ന ആശുപത്രി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അന്നത്തെ LTTE യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഈ സംഘടനയൊക്കെ ഈ സംഭവത്തെ സാധാരണ പൗരന്മാരുടെ കൂട്ടക്കൊലാണെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഈ കാണുന്നതാണ് കണ്ടൽ. ഇവിടെ ഞാൻ പണ്ട് എൻ്റെ ഒരു കൊല്ല എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. ഇത് കംപ്ലീറ്റ് കണ്ടലാണ്. കണ്ടൽ അങ്ങ് ദൂരെ കാണുന്നില്ല. ഇതൊരു കോളേജും ഹോസ്റ്റലൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അമ്പലമാണ് മുള്ളിയാ കോവിൽ എന്ന് പറഞ്ഞ അമ്പലം. ഇവിടെ അമ്പലത്തിന് യാതൊരു ക്ഷാമമില്ല, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആ ഒരു ഡിസൈനിങ് തന്നെയാണ് ഇവിടെ ഉള്ളതിനും. ശ്രീലങ്ക ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടന് ഒക്കെ ഭരിച്ചിരുന്നല്ലോ. അങ്ങനെ ശ്രീലങ്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന കാലത്ത് 60% സർക്കാർ ജോലികളും ഇവിടുത്തെ ന്യൂനപക്ഷമായ ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾക്കായിരുന്നുണ്ടായിരുന്നത്. ശ്രീലങ്കൻ ജനതയുടെ ആകെ ജനസംഖ്യയുടെ 15% മാത്രമേ ഈ സമൂഹം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ തമിഴർക്ക് ഏറെ പ്രാതിനിധ്യമുള്ള പ്രദേശമാണ് ഈ ജാഫ്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ പനുള്ള സ്ഥലമാണ് ജാഫ്ന. ജാഫ്നയിൽ ഈ പനങ്കള്ള് കിട്ടും. അപ്പോൾ കള്ളുടിക്കാൻ പോവാണ്. കള്ളല്ലാട്ട് കുടിക്കാൻ വന്ന് മീര, അതായത് പനൻ്റെ അത് വെട്ടി താഴത്ത് ഇറങ്ങി വരുന്ന സമയത്തുള്ള ആ ലഹരി ഇല്ലാത്തൊരു സാധനമുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് കഴിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. മീര എന്ന് പറയും ചില സ്ഥലങ്ങളിൽ നീരാന്നറിയും. അപ്പോൾ അതിൻ്റെ ഫ്രഷ് സാധനം കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഓട്ടോയിൽ. ഇത് ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ കടലിൻ്റെ തീരത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് ക്ലീൻ ബീച്ചാണ് ഈ ഒരു ഭാഗത്തുള്ളത്. കുറച്ച് സന്ദർശകരൊക്കെ ഉണ്ട് ഈ ഒരു പരിസരത്ത്. അപ്പോൾ പനൻ്റെ മീര കിട്ടുന്ന നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ സെൻറ്റർ ജാഫ്നയിൽ പലരും കള്ളുണ്ട്. ഇവിടെ 2 സാധനമുണ്ട് ഇവിടെ. അപ്പം ഞാൻ കള്ളല്ലാട്ട് കുടിക്കുന്നത്, ഞാൻ മീര കുടിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്നയിലാണ്. ജാഫ്നയില് നല്ല പനങ്ങൾ കിട്ടും. പനകൾക്കുള്ള ലഹരി ഇല്ലാത്ത കള്ളാണ്. നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉള്ള അതേപോലത്തെ കള്ള്. ഇതൊരു ബോട്ടിലാണ്. ഇത് എത്ര മില്ലി ഇருக்கு? 750 മില്ലിയാണ്. 750 മില്ലിക്ക് എത്ര? 210 രൂപ. അപ്പൊ ഇത് ഞാനിന്ന് കുടിക്കാണ്. ഇത് ലഹരി ഇല്ലല്ലോ, ലഹരി ഇല്ലാത്തതാണ്.
ഇവിടെ മറ്റേ കള്ളും കിട്ടുട്ടോ. ഇതൊക്കെ മറ്റേ കള്ള് കുടിക്കുന്ന പാർട്ടികളാണ്. രണ്ടുമുണ്ട് ഇവിടെ, മീരിയുണ്ട് കള്ളുണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിലൊരു മീൻ കച്ചവടം ഉണ്ട്. കാരണം ഇതിൻ്റെ അടുത്ത് തോട്ടുനിന്നും ഇവിടുത്തെ പുഴയെന്നും ഒക്കെ പിടിച്ചിട്ടുള്ള മീനുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കള്ള് വിൽക്കുന്ന ഒന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡ്രം ഉണ്ടല്ലോ, ഈ ഡ്രമ്മിലാണ് ഈ വയസ്സന്മാർ കുടിക്കുന്ന സാധനം. ഇതാണ് അവർക്ക് കുപ്പിയിലാക്കി കൊണ്ടിട്ട് കുടിക്കുന്നത്. മറ്റേത് മീര എന്ന് പറഞ്ഞ സാധനം വേറെ തന്നെ ഉണ്ട്. രണ്ടാണുള്ളത്. ജാഫ്നയിൽ നല്ല കള്ള് കിട്ടും. കള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഇല്ലാത്തത്. പനൻ്റെ അത് തെങ്ങിൻ്റെ അത്ര മധുരം ഉണ്ടാവില്ല. അതാണ് ഇതിനുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കുടിക്കും. അത് ലഹരിയില്ല. ലഹരി ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് ലഹരി ഹറാമാണ്. പണ്ട് ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് കുടിച്ചിരുന്നില്ല തെങ്ങിൻ്റെ. പക്ഷെ തെങ്ങിൻ്റെ നല്ല മധുരമായിരിക്കും, ഇതിൻ്റെ അത്ര മധുരം ഉണ്ടാവില്ല. അതാണ് ഈ പനങ്കളിലുള്ള വ്യത്യാസം. ഇതത് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് പനമരങ്ങളെ കാണാൻ പറ്റും. ഇതാ ഇത് മാത്രം കൊടുക്കുന്ന സ്ഥലമാണ്. ഇതേപോലെ ലഹരിയുള്ള കൊടുക്കുന്ന സ്ഥലമുള്ള വേറെ സ്ഥലത്ത്. അവിടെ കുടിച്ചാൽ അത് കിക്കാവും ആളുകൾക്ക്. അങ്ങനത്തെ സ്ഥലം വേറെ ഉണ്ട്. ഇവിടെ വിത്തൗട്ട് ലഹരിയുള്ള സാധനമാണ്. അപ്പോൾ ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജാഫിനാണ് അതിൻ്റെ മെയിൻ കേന്ദ്രം ഉള്ളത്. അപ്പം ഞാൻ മീരിയും കുടിച്ചിട്ട് പോവാണ്. ഇത് ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും വിൽക്കുന്ന സ്ഥലം, ഇത് രണ്ടും കൊടുക്കുന്ന സ്ഥലമാണ്. വേറെ ചില സ്ഥലങ്ങളിൽ വെറും കള്ള് മാത്രമുള്ള വിൽക്കുന്ന സ്ഥലം. അവിടെ കള്ള് മാത്രമുള്ള കിട്ടുക. അപ്പോൾ ജാഫ്നയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു കുപ്പി മീര കഴിക്കണം. നല്ലതാണ്, ശരീരത്തിന് നല്ല പിന്നെ കേടില്ലാത്തൊരു സംഭവമാണ്. ജാഫ്നയിലെ കടലിൻ്റെ നടുക്ക് കൂടി ഞാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറവും പിന്നെ വെള്ളമാണ്. ഇത് അങ്ങോട്ട് കിലോമീറ്റർ കണക്കിന് നീളത്തിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് ആ കാണുന്നത്. നമ്മുടെ ജാഫ്നയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാഗർകോവിൽ എന്ന സ്ഥലത്തേക്ക് ഒരു കപ്പൽ യാത്ര. ആ ഒരു പരിസരമാണ്. ഇതിൻ്റെ അപ്പുറം ഈ കടലിൻ്റെ അക്കരയാണ് നമ്മുടെ നാഗർകോവിൽ. കണ്ടില്ലേ? അതോ അങ്ങനെ അപ്പുറം കാണൂല. ഇതാണ് ആ ഭാഗമുള്ളത്. ഈ സാൻഡി ബീച്ച് കണ്ടില്ലേ? വിശാലമായ കടൽ. ഭയങ്കര കാറ്റാണ് ഇവിടെ. നാഗർകോവിലല്ല കേട്ടോ, എനിക്ക് മാറിപ്പോയതാ. നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ നിന്ന് പിന്നെ ശ്രീലങ്കയിലെ കങ്കേശൻ തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ ബോട്ട് സർവീസ് ഉള്ളത്, ഫെറി സർവീസ് ഉള്ളത്. നമ്മുടെ ലക്ഷദ്വീപിലുള്ള ആ വലിയൊരു ഇതുണ്ടല്ലോ, ദ്വീപ് ടു ദ്വീപ് സർവീസ് നടത്തുന്ന അങ്ങനത്തെ വാഹനമാണ് ഇവിടേക്കുള്ളത്. ഈ ഫെറി സർവീസ് ലക്ഷദ്വീപിൽ നിന്ന് പിന്നെ ലക്ഷദ്വീപിൽ ഓടുന്ന അത് വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഓട്ടുന്നതെന്നാണ് പിടുത്തം കിട്ടിയത്. ഇവർക്കൊന്നും അത്ര വലിയ പിടുത്തമോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ പൊതുവെ ആളുകൾ കുറവാണ് ആ സർവീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വലിയൊരു കോവിലുണ്ട്, അമ്പലം. ആ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് മാത്രമാണ് ഈ കാണുന്നത്. പണ്ട് നമ്മുടെ താജ്മഹലിൻ്റെ ഇടക്ക് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു എൻട്രൻസ് അല്ലായിരുന്നു 4. അതേപോലത്തെ ഈ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എൻട്രൻസാണ് ഈ കാണുന്നത്. ഇഷ്ടികൻ്റെ കളറിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇഷ്ടികൻ്റെ ആ കളറാണ്. ഇതധികം പഴക്കമല്ല, പുതിയതാണിത്.
ഞാനിപ്പം ഓട്ടോ ഇറങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ അമ്പലവും പരിസരവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചും ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ആമക്ക് പ്രസിദ്ധമായ നാടാണ് ഈ ശ്രീലങ്ക. അവിടെ വലിയൊരു ആമൻ്റെ മോഡലിൽ ഒന്നുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് എത്തിക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്. ഇത് ജാഫ്നയിലെ കടൽ ഇങ്ങനെയാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. ഇതിന്റെ ലാസ്റ്റ് അറ്റത്തെ ഭാഗമാണ് ഏത്, നമ്മുടെ നാഗർകോവിൽ, ജാഫ്നന്റെ മറ്റേ ഭാഗമാണ്. ഇതിലൂടെ ഇവിടെ ഫെറി സർവീസ് ഉണ്ട്. ലക്ഷദ്വീപിലുള്ള ഹൈസ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സർവീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ജാഫ്ന ടു നാഗർകോവിലാണുള്ളത്. അപ്പം ഇതാണ് ജാഫ്നയിലെ കടൽ. നല്ല പ്യുവർ ക്രിസ്റ്റൽ വാട്ടറാണിത്. നമുക്ക് കാണുന്നേ, ഒന്ന് നോക്കിക്കോളൂ. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ അധികം തിരയില്ല. ഇവിടെ തിര കുറവാണ്. ഈ കടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാറ്റാടി മരങ്ങളാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഈ ശ്രീലങ്കയിൽ വാട്ടർ. അങ്ങ് ദൂരെ കണ്ടില്ലേ, ചെറിയ ഒരു ദ്വീപ് പോലത്തൊരു സംഭവമുണ്ട്. അതിൽ ആൾത്താമസമൊന്നുമില്ല, കടലിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. നമ്മുടെ ലക്ഷദ്വീപിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു കളർ തന്നെയല്ല, പക്ഷേ ലക്ഷദ്വീപിൽ വേറെ നീലയും പച്ചയും കൂടിയ കളറാണ്. ഇവിടെ അങ്ങനെയല്ല, വൈറ്റ് കളറാണ്. ഞാൻ നാഗർകോവിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ, നാഗർകോവിലല്ല, നാഗപട്ടണം അതാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത് കേട്ടോ. ഇത് ജാഫ്ന തീരാണ്. ഇവിടെ നല്ല ക്രിസ്റ്റൽ വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അറ്റത്ത് മറ്റേ ഭാഗം ഇന്ത്യ, നാഗപട്ടണം, അതാണ് ഇതിൻ്റെ മറുഭാഗം ഉള്ളത്. നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്. നല്ല മീനൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടില്ല, അങ്ങനെ ഇതിലൂടെ ഇപ്പോൾ ഫെറി സർവീസ് ഉണ്ട്, ഹൈസ്പീഡ് ബോട്ട്. ലക്ഷദ്വീപിലൊക്കെ ഉള്ള ദ്വീപ് ടു ദ്വീപ് ഓടുന്ന മോഡലുള്ള ഹൈസ്പീഡ് ബോട്ട് ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. കണ്ടില്ല, ഈ കാണുന്ന അമ്പലമാണ്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഇവിടെ ഈ ജാഫ്നയിൽ പൊതുവെ ടൂറിസ്റ്റേഴ്സ് അധികം ഒന്നും വരാത്ത സ്ഥലമാണ്. നമ്മുടെ പഴയ പ്രഭാകരൻ്റെ നാടാണ്. തമിഴ് സംസാരിക്കുന്നവർ ഇവിടെയാണ് കൂടുതലുള്ളത്. സിംഹള ഭാഷ, ശ്രീലങ്കൻ്റെ സിംഹള ഭാഷ സംസാരിക്കുന്ന അവരുള്ളത് അധികം കൊളംബോ ഭാഗത്താണ്. ശരിക്കും ഈ തമിഴന്മാർ രണ്ടാം കിടക്കാരാണ് ഈ നാട്ടിൽ, ഈ ശ്രീലങ്കയിൽ. പേരെന്തൊക്കെ? കൊളംബോ ആണ്. വെളിപാട്. അത് കടലിന്റെ നേരെ കരയിൽ തന്നെയാണ് ഇവിടെ ഒരു കോവിലുള്ളത്, അമ്പലമുള്ളത്. ഇത് പുതിയൊരു അമ്പലമാണ്. ഇവിടുത്തെ ചെറിയ തെങ്ങില് തേങ്ങ ഉണ്ടാകുന്ന കാണാം, കണ്ടില്ലേ?
കച്ചവടം എങ്ക ഇരിക്ക് കച്ചവടം എങ്ക ഇരിക്ക് കച്ചവടം കസ്റ്റമർ ഇരിക്ക വലിയ തേങ്ങയാണ് വലിയ തേങ്ങയാണിത് എന്താ പറഞ്ഞ എന്താ ചൊല്ലേ ഇന്ത്യ വരുവാ ഇന്ത്യയിൽ இது கடல் இருக்கு எங்க ரோடு இருக்கு எங்க குளம் இருக்கு எங்க அம்பலம் இருக்கு அம்பலம் குளம் റോഡ് കടലിന്റെ അറ്റത്ത് നാഗപട്ടണം ഇരിക്ക് ഇവിടെ ഇപ്പോൾ ആരും ടൂറിസ്റ്റേഴ്സ് ഇല്ല. ഇപ്പം ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ലേഡീസാണ് വന്നിട്ടുണ്ട്. ലേഡീസ് ഓൺലി ഗ്രൂപ്പാണ്. ലേഡീസോ ലേഡീസ് വേണ്ട. ഈ അമ്പലത്തിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മള് പുരുഷന്മാര് ഷർട്ട് വരണം. നാഗപട്ടണത്ത് നിന്ന് രാവിലെ 7 മണിക്ക് പിന്നെ ഫെറി സർവീസ് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ശ്രീലങ്കയിലെ കങ്കേശൻ തുറയിലെത്തും. പിന്നെ തിരിച്ച് 1.5 മണിക്ക് യാത്ര പുറപ്പെട്ടിട്ട് നമ്മളെ നാഗപട്ടണത്ത് ഏകദേശം 5:30 തിരിച്ചെത്തും. അങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ ഉള്ളത്. ഇപ്പോൾ ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസമുണ്ട്. ജാഫ്ന കടലിൻ്റെ ഭാഗത്താണുള്ളത്. ഈ കടലിൻ്റെ ഓപ്പോസിറ്റ് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ചെറുതായിട്ടും വലുതായിട്ടുമൊക്കെ ഉള്ള അമ്പലങ്ങളുണ്ട്. പക്ഷേ ആളും ജനങ്ങളൊക്കെ കുറവാണ് ഇവിടെ. താമസക്കാരൊന്നും ഇല്ല. അമ്പലം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ സന്ദർശകരും പൊതുവെ കുറവാണ് ഈ ഒരു ഭാഗങ്ങളിലുള്ളത്. കടലിങ്ങനെ ഉഷാറായിട്ട് കാണാം. അതാണ് ഇവിടെയുള്ള സൗകര്യം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും കടൽ, റൈറ്റ് സൈഡിലും കടൽ, റോഡങ്ങനെ നീളത്തിലങ്ങനെ മണ്ണിട്ട് നികത്തിയിട്ട് പോവുകയാണ്. അത്രയും നീളത്തിലാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിനി നമ്മുടെ ജാഫ്ന സിറ്റി ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ജാഫ്നയിലെ നെല്ലൂർ കന്ദസ്വാമി കോവിലുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഞാനിവിടെ ഓട്ടോ നിർത്തിച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് കടലിൻ്റെ തിരക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇത് റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ ഉണ്ടല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ നൊര വരുന്നുണ്ടല്ലേ. ആ അറ്റത്ത് അധികം തിരയൊന്നുമില്ല, കുറഞ്ഞ തിരയുള്ളൂ. അങ്ങ് ദൂരെ കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ആളുകളില്ലാത്തൊരു ദ്വീപാണ് തോന്നുന്നുണ്ട്. ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ കംപ്ലീറ്റ് കണ്ടില്ലേ. ബാക്ക് സൈഡിൽ ആൾത്താമസമില്ലാത്ത ചെറിയ ദ്വീപാണ് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഭാഗങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം നമ്മുടെ വണ്ടി വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. ഈ വരേണ്ട ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ഇതിലെത്തുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആക്കണം എന്നാണ് കണക്ക്. അതിലൂടെയുള്ള ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ. ഒരു നീല കളറിലാണ് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടർ ഉള്ളത്. ഞാനിപ്പോൾ കടൽ തീരത്തിൻ്റെ ആ പരിസരത്ത് നിന്നിട്ട് പോന്നിട്ട് ഏകദേശം ഒരു ടൗണിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൗണിൻ്റെ ആ ഭാഗങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിപ്പോൾ വന്ന സ്ഥലത്ത് നിന്ന് അധികം ജനവാസം ഇല്ലാത്തൊരു ഏരിയയാണ് ആ ഒരു ഭാഗം. ഇവിടെ ഇങ്ങനെ ജനവാസമുള്ളൊരു ഏരിയയാണ്. പക്ഷേ റോഡൊക്കെ വീതി കുറവാണ്, വീതി അധികമൊന്നുമില്ല. സൈക്കിൾ യാത്രക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ പൊതുവെ തമിഴ്നാട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് തോന്നുന്നുണ്ട് സൈക്കിൾ യാത്രക്കാർ കൂടുതലുണ്ടാകാൻ. പിന്നെ ഓട്ടോറിക്ഷയുണ്ട്. ഇതുണ്ടല്ലേ, ലേഡീസൊക്കെയാണ് ഓട്ടി പോകുന്നത്. കുട്ടികളുണ്ട്, അപ്പം ഡബിൾ അടിച്ച് പോകുന്നുണ്ട്. ഇത് വേറൊരു പെണ്ണുങ്ങൾ അതാ പോകുന്നുണ്ടല്ലേ, നല്ല സ്പീഡിൽ തന്നെ പുള്ളിക്കാരത്തി പോകുന്നത്.
സ്കൂട്ടറും അധികം പോകുന്നത് കണ്ടിട്ടില്ല ഞാനിവിടെ. ഇവരെ ഈ ഒരു മിഡി മോഡലാണ് ഇവരെ ഡ്രസ്സ്, ഈ ഗോവൻ സ്റ്റൈലിൽ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഗോവക്കാരിടുന്ന അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്, സ്ത്രീകൾ. ജാഫ്നയിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉള്ള ഒരു ഏരിയയാണ്. ഇതൊരു മുസ്ലിം പള്ളിയും പിന്നെ സ്കൂളും ഒക്കെ കൂടിയുള്ളൊരു കോമ്പൗണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട്. ഗേറ്റ് പൂട്ടി കിടക്കുകയാണ്, അങ്ങോട്ടേക്ക് പോകുന്നില്ല. കോളേജാണ് 1963 സ്ഥാപിതമായതാണിത്. അത്യാവശ്യം നല്ല പിന്നെ സ്ഥലമുണ്ടത്. പള്ളികൊണ്ട് തിരക്കല്ല. പുരുഷൻ ഒട്ടിയിട്ട് ലേഡി ബാക്കിൽ ഇരുന്ന് പോകുന്നുണ്ടല്ലേ, നല്ല രസമുള്ള കാഴ്ചയാണ്. ആങ്ങളും പെങ്ങളും ഒന്നുണ്ട്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കടൽ ഏരിയയാണ്, കടലോര പ്രദേശമാണ്. പക്ഷെ ഇവിടെ ജനവാസമുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കൂടുതലും കടകളൊന്നും തുറക്കാത്തത്. സൺഡേ പൊതുവെ ലീവാണ് ശ്രീലങ്കയിലെ എല്ലാ സ്ഥലത്തും. ഇവിടെ റോഡൊക്കെ വളരെ വീതി കുറവുള്ള റോഡാണ്. ഇവിടെ താമസിക്കുന്ന ഏരിയയാണ്, ജനവാസ ഏരിയയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഭാഗമാണ് ഇവിടെ. ഇതൊരു അമ്പലമാണ്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ സ്റ്റൈലൊക്കെ ഈ ഒരു മോഡലിലാണ് ഉള്ളത്. ഇതൊരു അമ്പലമാണ്. ഇവിടെ നമ്മുടെ ഓട്ടോക്കാരൊന്ന് നിർത്തുന്നുണ്ട്. ചെരുപ്പ് ഇവിടെ മണ്ണിൽ അയച്ചിട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പം ഞാൻ ഉള്ളിലേക്ക് കണ്ടു പോകുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉള്ള മണൽ ഉള്ള ഭാഗങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ കടലിൻ്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഏകദേശം ഒരു കടൽ ഭാഗമാണ് നിൽക്കുന്നത്. ഇതാണ് ജാഫ്നയിലെ നെല്ലൂർ കോവിൽ അമ്പലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരും നെല്ലൂർ എന്നാണ്. അങ്ങനെയാണ് ഈ കോവിലിനും ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഇത് നല്ല വിശാലമായ ഏരിയയിലുള്ളൊരു അമ്പലമാണ്. ഒരു വളവിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ആളുകൾ ക്രോസ് ചെയ്യുന്ന ഭാഗം ഒന്ന് കാണാം. ഈ റോട്ടിൽ വരാണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെരിച്ച് അങ്ങനെ പോയിട്ട് കണ്ടില്ലേ. ആ പെണ്ണുങ്ങളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥലത്തുള്ള ജനങ്ങൾ ക്രോസ് ചെയ്യുക, വേറെ ഇടത്തും ക്രോസ് ചെയ്യില്ല. അങ്ങനെയാണ് ഇവിടെ. ഇത് റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടായി, ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സിഗ്സാഗ് പോലെ ആയിരിക്കും ഈ വരണ്ടാവുക, സ്ട്രൈറ്റ് വരക്ക് പുറമെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ്. എല്ലാ വാഹനങ്ങളും സ്ലോ ആക്കി കൊടുക്കണമെന്നാണ്. ഇത് ജാഫ്നയിലൊരു പഴയ ഒരു കെട്ടിടമാണ്. കണ്ടിട്ട് പറ്റ പൊളിഞ്ഞ പാളീസായ പോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെയുള്ള. നല്ല തൂണും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ ഒരു പേടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ കമ്പിമലൊക്കെ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ സീലിങ്ങൊക്കെ. എപ്പോഴാണ് അത് പൊട്ടിച്ചാടി വീഴുമെന്ന് അറിയില്ല, ആ ഒരു അവസ്ഥയിലുള്ളത്. പിന്നെ കുറേ പഴക്കമുണ്ടാവും, അതുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ ഇതങ്ങനെ ദ്രവിച്ചു പോയിട്ടുണ്ടാവുക. പിന്നെ ജാഫ്ന പിന്നെ കുറേ കാലം നമ്മളെ പ്രഭാകരൻ്റെ പിടിയിലായിരുന്നല്ലോ ഇവിടെ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയ ആയിരുന്നു ഈ ജാഫ്ന എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടിയൊക്കെ അങ്ങനെ നടക്കുക. ആളും ജനങ്ങളൊന്നും ഇവിടെ ഇല്ല, നിശബ്ദമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇത് മുമ്പത്തെ കിങ് സാങ്ലിയാൻസ് മിനിസ്റ്റർ ഹൗസാണ്. ഇത് ഒരടുക്കളയാണോ സംശയമുണ്ട് ഈ കാണുന്നത്. കണ്ടിട്ട് അടുക്കള പോലെ ഉണ്ട്.
ഇത് പുറത്ത് പുല്ല് വെച്ചുപിടിപ്പിച്ചല്ല, പഴയ പുല്ല് ഉണ്ടായ പുല്ലാണ് അതൊക്കെ. ഇപ്പം ചുമരുമലൊക്കെ വന്ന സന്ദർശകരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തോന്നണു. 2 സന്ദർശകരുണ്ട് ഇവിടെ ഇപ്പോൾ. ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമാണ്. താഴൊരു നില, മുകളിലൊരു നില. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവരെ തമിഴ് ഭാഷയിലാണ്. ഇത് 1890 നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബ്രിട്ടീഷുകാരെ കാലത്തല്ല. ഒക്കെ ദ്രവിച്ചു വയ്ക്കുന്നു, ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. ഇപ്പം സമയം 12:45. ഇവിടെ കുറച്ച് അമ്പലങ്ങളും ഇവിടെ ഒരു പുരാതന കതിരുകോട വിഹാരയാന്നെന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. ഇവിടുന്ന് കുറച്ച് നേരം ഓടണം. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം, ഈ റോഡ് അങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കടൽ ഏരിയേൻ്റെ ഭാഗത്താണ്. ജാഫ്ന ഒരു കടൽ തീരത്താണ് നിൽക്കുന്നത്. ഇത് ഒരമ്പലമാണ്, അങ്ങ് ദൂരെ കണ്ടില്ലേ. ജാഫ്നയിൽ അമ്പലങ്ങൾ കൂടുതലാണ്, പക്ഷെ എല്ലാ മതസ്ഥരുണ്ട്. ഇതിവിടുത്തെ ഒരു റെയിൽവേ ക്രോസാണ്, തീവണ്ടി ട്രെയിൻ സർവീസുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും. നമ്മുടെ നാട്ടിലത്തേക്കൊരു സിസ്റ്റം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ആയിരുന്നല്ലോ ഇവിടെയും റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോഴും. ഈ ഒരു വാഹനം കണ്ടോളി, ഇതിൽ യാത്രക്കാർ പോകുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അവർക്ക് തന്നെ ഒരു ചമ്മലുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. കാരണം അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് വാഹനമാണിത്. ഇത് ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്നാൽ കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, കണ്ടില്ലേ? നല്ല അടിപൊളിയല്ലേ? ഇന്ന് സൺഡേ ആണ്. ഇവിടുത്തെ ട്യൂഷൻ സെൻറ്ററിൻ്റെ പുറമെയുള്ള തിരക്കാണ് ഈ കാണുന്നത്. കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ വന്നിട്ടുള്ളതും പിന്നെ കുട്ടികൾ തന്നെ സ്വന്തം സ്കൂട്ടറിൽ പോകുന്നതും ഒക്കെയാണ്. അണ്ടമാനുണ്ട്. സൺഡേ ട്യൂഷനാണ് ഇത്, സൺഡേ ട്യൂഷൻ. ഇവിടെ ജാഫ്നയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ കൂടുതലുണ്ട് ഇവിടെ. ഇതുണ്ടല്ലേ, കുട്ടികളൊക്കെ പോകുന്നുണ്ട്. നേരത്തെ കണ്ട ആ വാഹനത്തിലും ഇതേപോലെ സ്റ്റുഡൻസുമാർ തന്നെയാണ് പോകുന്നത്. ശ്രീലങ്കയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ അമ്പലങ്ങൾക്ക് കോവിൽ എന്ന് പറയുക. ഇത് വിനായകർ കോവിൽ എന്നാണ് ഇതിന് പറയുക. ഇതിങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഇതിൽപ്പെട്ടതൊക്കെ. ഇതിൻ്റെയും ബാക്ക് ഭാഗം പിന്നെ കടൽ ഏരിയയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അണ്ടമാനം കാറ്റ് നല്ലോണമുള്ള കടൽ തീരങ്ങളാണ് ഇവിടെ. പൊതുവേ കടൽ തീരത്ത് കാറ്റുണ്ട്, പക്ഷേ ഇവിടെ കുറച്ച് കൂടുതൽ കാറ്റുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലേ, ജാഫ്ന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഏകദേശം ഒരു 13 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ടേക്കുണ്ട്. ഈ ജാഫ്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു സൈനിക വ്യോമത്താവളം കൂടിയാണുള്ളത്. ഇവിടുത്തെ കങ്കേശന്തുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാലാലി പട്ടണത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പരിസരത്തും കൂടി കണ്ടിട്ട് പിന്നെ അങ്ങനെ പോകാം നമുക്ക്. വയസ്സായ അമ്മയും മോളും സൈക്കിളും പോകുന്നുണ്ടല്ലേ, നല്ല രസമായിരിക്കുന്നു കാണാൻ. ഇവിടെ സൈക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഹനുമാൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട്. ഇതാണ് ആഞ്ജനിയർ കോവിൽ എന്നാണ് ഇവിടെ പറയുക. ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് ആ ഹനുമാൻ. ഈ ഹനുമാന്റെ പ്രതിമയ്ക്ക് 72 ഫീറ്റാണ് ഉയരം. ഈ ഹനുമാനും ലങ്കയും തമ്മിൽ എന്തോ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയില്ല, മുമ്പൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഹനുമാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ ലങ്കയിൽ. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. 72 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞത്. അങ്ങനെ ആഞ്ജനേയർ കോവിലിൻ്റെ അവിടെ നിന്ന് ഞാൻ പോവുകയാണ്. ഇതിൻ്റെ പരിസരത്ത് ഇളനീരും ചെറിയ ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ കച്ചവടമുണ്ട്. ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഈ ശ്രീലങ്കയിലൊക്കെ, പുറത്തുനിന്ന് വരുന്നതാണ്.
ഈ ശ്രീലങ്കയിൽ പിന്നെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതുപോലെ താമരകളുണ്ട്. താമര വളർത്തുന്നതാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നല്ല നെൽകൃഷി നടത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ മീൻ കൃഷിയുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ജാഫ്നയിൽ. ഇത് പുരാതന കതുരുകോട വിഹാരയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ഇത് ശ്രീലങ്കയിലെ പിന്നെ ജാഫ്നയിലെ ചുന്നകത്തുള്ള കണ്ടരോ ഡേ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഫ്ന ഉപദ്വീപിൽ ഇന്ന് നിലനിൽക്കുന്ന പുരാതന ബുദ്ധമത അവശിഷ്ടങ്ങളിൽ ഒന്നായിട്ട് ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇനി നമ്മളെ പുട്ടുണ്ടാക്കിയ മോഡൽ മറ്റേ ചിരട്ടപ്പുട്ടില്ലേ, അതേപോലത്തെ കുറേ സ്തൂപങ്ങൾ ഇവിടെ കണ്ടമാനുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു നാടോടിക്കഥ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഐതിഹ്യം അനുസരിച്ചിട്ട് 16-ാം നൂറ്റാണ്ടിൽ ഈ ജാഫ്നയിൽ ഈ ഭാഗത്ത് സാങ്കിരി എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അക്കാലത്ത് ധ്യാനം പരിശീലിച്ചിരുന്ന 60 അർഹത് ഭിക്ഷുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അന്ന് സാങ്കിരി രാജാവിൻ്റെ ഉപദ്രവം കാരണം ഈ 60 ഭിക്ഷുക്കൾ ജാഫ്ന വിട്ടിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ വഴിയിൽ അവർ ഈ കതുരുകോട പ്രദേശത്ത് താമസിച്ചിട്ട് അന്ന് ഇവിടുത്തെ തദ്ദേശവാസികളിൽ നിന്ന് ദാനം സ്വീകരിച്ച് അവർ വിളമ്പിയ കൂൺകറി വിഷം കലർത്തിയിട്ട് എല്ലാ ഇവിടുത്തെ ഭിക്ഷുക്കളും മരിച്ചു എന്നാണ് ഒരു ഐതിഹ്യം ഉള്ളത്. അതൊരു നാടോടിക്കഥയാണ് വരെ. പിന്നെ വേറെന്താ വെച്ചാൽ ഈ 60 ആൾക്കാരോട് വളരെ കാലമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ക്ഷാമം മൂലം ഇവർക്ക് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മരിച്ചാന്നും വേറൊരു കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട്. ഏകദേശം ഇവിടെ ഒരു 56ഓളം ഇതുപോലത്തെ സ്തൂപങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 1917 അന്നത്തെ ജാഫ്ന ജില്ലാ മജിസ്ട്രേറ്റ് പിന്നെ ഇവിടെ ഈ ബുദ്ധമതത്തിൻ്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ അതാണ് കതുരുകോട വിഹാരം എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ കണ്ടമാനുണ്ട് ഇവിടെ, ഉണ്ടല്ലേ, നല്ല രസമായിരിക്കുന്നു കാണാൻ. ഇതിൻ്റെ പരിസരത്തൊക്കെ നല്ല ഹൈറ്റുള്ള പനമരങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലേ. പൊതുവേ ശ്രീലങ്കയിൽ കുറേ ഉണ്ട് പനമരങ്ങൾ. ഇതവിടെ ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. മൈക്കും ഒക്കെ ഉണ്ട്, സ്പീക്കറൊക്കെ ഉണ്ട് ഇവിടെ. ആളുകളൊന്നും കുറവില്ല. ഇപ്പം ഇത് ഞാൻ തന്നെ ഉള്ളു ഇവിടെ ഉള്ളത്, വേറെ ആരും കാണാമല്ലോ ഇവിടെ. പിന്നെ സെക്യൂരിറ്റി ഉണ്ട് പുറത്ത്. ശ്രീലങ്കയിൽ മറ്റൊരിടത്തും കാണാത്ത സവിശേഷതകളാണ് ഈ സ്തൂപങ്ങൾക്ക് ഉള്ളത് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു സ്തൂപത്തിന് 23.5 അടിയാണുള്ളത്. ഏറ്റവും ചെറുതിന് 8 അടി ഉയരാനുള്ളതെന്നാണ് പറയുന്നത്. 8 അടി ഉയരമല്ല, 8 അടി വ്യാസമാണുള്ളത്. വലുതിന് 23.5 അടിയും. ചാര നിറത്തിലുള്ള ഒരു പഴുവക്കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ അവയിലെല്ലാം ചെറിയ ദ്വാരങ്ങളുള്ള വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പുരാതന സ്തൂപങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇതൊരു താഴികക്കുടത്തിന് മുകളിൽ സ്റ്റാൻഡേർഡ് ചതുരാകൃതിയിലുള്ള ഭാഗങ്ങളാണ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ മടങ്ങുകയാണ്. ഓട്ടോയിൽ പോകുന്ന വഴിയിൽ ഇവിടെ വഴിയിൽ നിർത്തിയതാണ് ഇവിടെ ഞങ്ങൾ. അപ്പം അതൊന്ന് കാണാം നമുക്ക്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതാ മുടിയൊക്കെ കെട്ടിട്ട്. ഇത് ജാഫ്നയിലെ പുകയിലത്തോട്ടാണ്. പുകയിലാണ് ഈ കാണുന്നത്. എല്ലാ ഭാഗങ്ങളിലൊന്നുമില്ല, ചില ഭാഗങ്ങളിൽ ഈ റോഡിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങനെ നീളത്തിൽ അങ്ങനത്തെ പുകയിലാണ്. അതേപോലെ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഇതുണ്ടല്ലോ. ഈ ജാഫ്നക്കാർ ഈ വെറ്റില അടക്കിയും മുറുക്കൂലേ, ഇവിടെ ഒരുപാട് ചെലവാണ് ഈ പുകയിലത്തൂടെ. ഇതാണ് ആ സംഭവം. ഈ പുകയിലത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ താമരയും കുറേ വളർത്തിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ്, ജാഫ്റ്റിൻ്റെ എപ്പിസോഡ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.